നമ്മുടെ ഋഷിയുടെ അനിയനും പിന്നെ അമ്മയും വന്നത് ലൈവില് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവര് വന്ന് ഇറങ്ങിയത് ഒരു ഇന്നോവയിലാണല്ലോ, നമ്മൾ അതിന്റെ പ്രോമോ ഒക്കെ കണ്ടതാണ്. അപ്പോൾ ഒരു ഹിറ്റ് ഉണ്ടായി ലൈവിനകത്ത്. നമ്മുടെ അരിയണ്ണൻ കുറെ ദിവസങ്ങൾക്ക് ശേഷം കാറ് കണ്ടതിന്റെ സന്തോഷത്തില് ഫ്രണ്ട് സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട് റിവ്യൂ ചെയ്യാനായിട്ട്. പക്ഷെ നന്ദന നിന്ന് അപ്പൊ തന്നെ ഓടിച്ചു വിടുന്നുണ്ട് അരിയണ്ണനെ കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടൊക്കെ നന്ദന ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ട്, സായി ഇറങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പിന്നെ അർജുൻ, ജിൻഡോ, അഭിഷേക് എല്ലാരും ബാക്ക് സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്, ഡ്രൈവറോട് സംസാരിക്കുന്നുണ്ട്. സായി അവരുടെ എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവരെല്ലാരും കൂടെ ബാക്കിൽ കയറി ഇരുന്നത്. അതായത് നന്ദന ഇവരെ ഓടിച്ചു വിടുന്നുണ്ട് എല്ലാരെയും. അതൊരു ഫൺ എലമെന്റ് ആയിരുന്നു കേട്ടോ. കുറെ ദിവസങ്ങൾക്ക് ശേഷം അരിയണ്ണൻ കാറ് കണ്ടതൊരു കണ്ടന്റ് ആണ്. പിന്നെ ഋഷിയുടെ അമ്മയും അനിയനും രണ്ടുപേരും വളരെ പ്ലസന്റ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അനിയന്മാര് രണ്ടുപേരും വരുന്നുണ്ടെന്നാണ് ഓർത്തത്. ഒരാളെ വന്നിട്ടുള്ളൂ, റിതു എന്ന് പറയുന്ന പുള്ളിയുടെ അനിയനാണ് വന്നത്. പുള്ളിയുടെ അമ്മയാണെങ്കിൽ അർജുനോട് പറയുന്നുണ്ട്, അർജുനെ മൈൻഡൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് കേട്ടോ കണ്ടത്. പിന്നെ മക്കൾസ് റൂം, പീപ്പിൾസ് റൂമിൽ ഇരിക്കുവാണ് മൂന്നുപേരും, വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. പിന്നെ ഋഷി HR ആയതിന്റെ കഥനകഥയൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അമ്മ അതൊക്കെ എല്ലാം കണ്ടിട്ടുണ്ടാവും, HR എടുത്ത് തേച്ചൊട്ടിച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ രീതിയിൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അവിടെ ദിവസങ്ങൾക്ക് ശേഷം ഇവരെ കണ്ടതിന്റെ ഒരു ഹാപ്പിനെസ് ആണ് ഋഷിക്ക്. ഋഷി ആണെങ്കിൽ ഒരു ഹോം സിക്ക് ആയിട്ടുള്ള ഒരു ആളാണ്. പുള്ളിയെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടിയൊന്നും അല്ല ബിഗ് ബോസ്. പക്ഷെ എങ്ങനെയോ പിടിച്ചു നിന്നു. അതിന്റെ ഹാപ്പിനെസ്സും പിന്നെ ഫാമിലിയെ കണ്ടതിന്റെ സന്തോഷമൊക്കെയാണ് ഋഷിക്ക്. എന്തായാലും ഫാമിലി വീക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, കിക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇന്നിനി അൻസിബയുടെ ഫാമിലിയാണ് വരാനുള്ളത്. അതിന്റെ അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.